നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് പ്രീവിയസ് സോൾവ്ഡ് ക്വസ്റ്റ്യൻ പേപ്പർ കാറ്റഗറി നമ്പർ 189/2023. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 1. ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു. 2. 1-3 വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്തു. 3. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഉത്തരം 1-3 വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്തു. ബർദോളി സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? 1. നിയമലംഘന പ്രസ്ഥാനമായിരുന്നു. 2. ഭൂനികുതി വർദ്ധിപ്പിച്ചതിനെതിരെ ആയിരുന്നു. 3. കർഷക സമരമായിരുന്നു. 4. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആയിരുന്നു. ഉത്തരം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആയിരുന്നു. റൗലറ്റ് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ: 1. സത്യപാൽ മല്ലിക്. 2. മംഗൾ പാണ്ഡെ. 3. വെല്ലിംഗ്ടൺ പ്രഭു. 4. സൈഫുദ്ദീൻ കിച്ലു. ഉത്തരം സത്യപാൽ മല്ലിക്, സൈഫുദ്ദീൻ കിച്ലു. പിൻതീയതി വച്ച ചെക്ക് എന്ന വിശേഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്: 1. ഗാന്ധിജി ക്ലിപ്സ് മിഷൻ. 2. ഗാന്ധിജി ക്യാബിനറ്റ് മിഷൻ. 3. ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ. 4. ഗാന്ധിജി ഖിലാഫത്ത് പ്രസ്ഥാനം. ഉത്തരം ഗാന്ധിജി ക്ലിപ്സ് മിഷൻ. 1857 ബ്രിട്ടീഷ് വിരുദ്ധ കലാപകാലത്ത് ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം കൊടുത്തവർ: 1. നാനാ സാഹിബ്. 2. ഝാൻസി റാണി. 3. ജനറൽ ഫഗത് ഖാൻ. 4. ബഹദൂർ ഷാ രണ്ടാമൻ. ഉത്തരം ജനറൽ ഫഗത് ഖാൻ, ബഹദൂർ ഷാ രണ്ടാമൻ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളന വേദിയായ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഡൽഹി. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളി വനിത ദാക്ഷായണി വേലായുധൻ. ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്ന ഭരണഘടനയുടെ ഭാഗം മൗലികാവകാശങ്ങൾ. യൂണിയൻ ലിസ്റ്റിൽ മാത്രം ഉൾപ്പെടുന്ന വിഭാഗം റെയിൽവേ. വിവരാവകാശത്തിൻ്റെ കരട് രൂപം തയ്യാറാക്കിയ വ്യക്തി PB സാവന്ത്. വൈകുണ്ഠസ്വാമിയുടെ രചന ഏത്? 1. ദർശനമാല. 2. നവമഞ്ജരി. 3. ആദിഭാഷ. 4. അരുൾനൂൽ. ഉത്തരം അരുൾനൂൽ. വേലുത്തമ്പിയുമായി ചേരാത്ത പ്രസ്താവന ഏത്? 1. തിരുവിതാംകൂറിലെ ദളവയായിരുന്നു. 2. മാത്യു തരകനെ സംരക്ഷിച്ചു. 3. മെക്കാളയുമായി ശത്രുതയിലായിരുന്നു. ഉത്തരം മാത്യു തരകനെ സംരക്ഷിച്ചു. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂമി തരം തിരിച്ചത് ഏത് പേരിൽ? 1. പാട്ടം, വെറും പാട്ടം, ദാനം, ദേവസ്വം. 2. ബ്രഹ്മസ്വം, ദേവസ്വം, ദാനം, പണ്ടാരവക. 3. സാമം, ദാനം, ഭേദം, പാട്ടം. ഉത്തരം ബ്രഹ്മസ്വം, ദേവസ്വം, ദാനം, പണ്ടാരവക. ആത്മവിദ്യാസംഘം എന്ന സംഘടനയുടെ സ്ഥാപകൻ ആര്? വാഗ്ഭടാനന്ദൻ. മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായി. ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ ഏവ? 1. ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരമാണ്. 2. ക്യാനിങ് പ്രഭുവിൻ്റെ തീരുമാനം അനുസരിച്ച്. 3. മൈസൂർ യുദ്ധത്തിൽ ടിപ്പുവിൻ്റെ തോൽവിയെ തുടർന്ന്. ഉത്തരം ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരമാണ്. മൈസൂർ യുദ്ധത്തിൽ ടിപ്പുവിൻ്റെ തോൽവിയെ തുടർന്ന്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ള നദി പെരിയാർ. 2022 ലോകകപ്പ് ഫുട്ബോളിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഖത്തർ. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇന്ത്യ ഏത് വിധത്തിലുള്ള സമ്പദ് വ്യവസ്ഥിതിയാണ് സ്വീകരിച്ചത്? മിശ്ര സമ്പദ് വ്യവസ്ഥിതി. ഏത് സംവിധാനത്തിന് പകരമായാണ്
2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്? ആസൂത്രണ കമ്മീഷൻ. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി പ്രശാന്ത ചന്ദ്ര മഹലനോബിസ്. ഇന്ത്യയെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ പ്രാപ്തമാക്കിയത് ഹരിത വിപ്ലവം. 1962 ഇൻഡോ ചൈന യുദ്ധത്തിൻ്റെ രാഷ്ട്രീയ കാരണം എന്ത്? ദലൈലാമയ്ക്ക് അഭയം നൽകിയത്. ഇന്ത്യ ഇപ്പോൾ എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്? 14. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 24ാമത് ഗവർണർ ആയി 2016 സ്ഥാനമേറ്റത് ഉർജിത് ആർ പട്ടേൽ. ഇന്ത്യയിലെ പരമ്പരാഗത ഋതുക്കളെ അടിസ്ഥാനമാക്കി മെയ് ജൂൺ മാസങ്ങൾ കാണുന്ന കാലാവസ്ഥ ഗ്രീഷ്മകാലം. ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ എത്രയായി തരംതിരിക്കാം? 3. ആനമുടിയുടെ ഉയരം 2695. ഉഷ്ണമേഖല വരണ്ട ഇലപൊഴിയും കാടുകൾ കേരളത്തിൽ കാണപ്പെടുന്നതെവിടെ? മറയൂർ. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ജനസാന്ദ്രതയുള്ള ജില്ല ഇടുക്കി. ഉഷ്ണകാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂടനുഭവപ്പെടുന്നത് ബാമർ. കേരളത്തിൽ ഏറ്റവും അധികം വിള വൈവിധ്യമുള്ള പ്രദേശം ഇടനാട്. കേരളത്തിലെ ആദ്യത്തെ ജലസേചന പദ്ധതി പീച്ചി. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂർ. കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ചുരം ആലട്ടി ചുരം. ഇന്ത്യയിലെ ആദ്യത്തെയും ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയതുമായ സൈക്കിൾ ഹൈവേ താഴെ പറയുന്ന ഏത് സംസ്ഥാനത്തിലാണ് തുറന്നുകൊടുത്തത്? ഓപ്ഷൻ എ പശ്ചിമ ബംഗാൾ, ഓപ്ഷൻ ബി ഉത്തർപ്രദേശ്, ഓപ്ഷൻ സി ആന്ധ്രാപ്രദേശ്, ഓപ്ഷൻ ഡി ബീഹാർ. ഉത്തരം ഓപ്ഷൻ ബി ഉത്തർപ്രദേശ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം വാർട്ടൺ ഗർത്തം. കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ നീളം കുറഞ്ഞ നദി പാമ്പാർ. തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരത്തിൽ നേർത്ത തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘം സിറസ്. ഇന്ത്യയിൽ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി PT ഉഷ. സുന്ദരവനം എന്ന പേര് ലഭിക്കാൻ കാരണമായ കണ്ടൽ ചെടി സുന്ദരി കണ്ടൽ. കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല പാലക്കാട്. ഇന്ത്യയുടെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി സർവേ ഓഫ് ഇന്ത്യ. ദേശീയ സരസ് മേളയ്ക്ക് കേരളത്തിൽ ആതിഥ്യമരുളിയ ആദ്യ ജില്ല കോട്ടയം. ആധുനിക ഇന്ത്യയിലെ സാമൂഹ്യ പുനരുദ്ധാരണത്തിന് വേണ്ടി സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച പ്രസ്ഥാനം ആര്യസമാജം. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിൻ്റെ മഹാക്ഷേത്രങ്ങൾ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ജവഹർലാൽ നെഹ്റു. 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ആശയങ്ങൾ മതേതരത്വം, സ്ഥിതിസമത്വം. മൈക്കൽ ആഞ്ചലോയുടെ ലാ പിയാത്ത എന്ന പ്രശസ്ത ശില്പത്തിൻ്റെ മലയാള അർത്ഥം കരുണ. സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജനയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ 1 നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം, 2 സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. ഓപ്ഷൻ ബി 1 സ്വയം സഹായ സംഘങ്ങൾക്ക് സഹായം നൽകുന്നു, 2 ബാങ്ക് വായ്പയിലൂടെയും സബ്സിഡിയിലൂടെയും പണം നൽകുന്നു. ഓപ്ഷൻ സി 1 ജോലി ചെയ്യാൻ ആരോഗ്യം സന്നദ്ധതയും ഉള്ളവർക്ക് തൊഴിൽ, 2 ഗുണഭോക്താക്കളിൽ 1/3 സ്ത്രീകളായിരിക്കണം. ഓപ്ഷൻ ഡി എയും ബിയും ശരി. ഉത്തരം ഓപ്ഷൻ എ നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം, സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷനിലെ പുതിയ അംഗം അരുൺ ഗോയൽ. ഇൻ്റർനാഷണൽ ചിൽഡ്രൻസ് ഡേ 2022 ആപ്തവാക്യം ഓരോ കുട്ടിയെയും ഉൾപ്പെടുത്തൽ. 2022 ഫിഫ വേൾഡ് കപ്പ് മത്സരങ്ങൾക്ക് ഉപയോഗിച്ച ഫുട്ബോളിന് നൽകിയിട്ടുള്ള പേര്
അൽ റിഹ്ല. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പൊതുതെരഞ്ഞെടുപ്പിൽ ആദ്യ വോട്ട് രേഖപ്പെടുത്തുകയും കഴിഞ്ഞ ഹിമാചൽ പ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൻ്റെ 34ാമത് വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്ത വ്യക്തി ശ്യാം ശരൺ നെഗി. മനുഷ്യനിൽ ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലുകൾ ഏതാണ്? കോമ്പല്ല്. പ്രോട്ടീനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ്? 1. ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുക എന്നതാണ് പ്രോട്ടീനിൻ്റെ ധർമ്മം. 2. ശരീരനിർമ്മിതിക്ക് ആവശ്യമായ ആഹാര ഘടകമാണ് പ്രോട്ടീൻ. 3. ധാന്യങ്ങൾ പ്രോട്ടീൻ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. 4. പ്രോട്ടീൻ കുറയുന്നത് വളർച്ച കുറയുന്നതിന് കാരണമാകുന്നു. ഉത്തരം: ശരീരനിർമ്മിതിക്ക് ആവശ്യമായ ആഹാര ഘടകമാണ് പ്രോട്ടീൻ. പ്രോട്ടീൻ കുറയുന്നത് വളർച്ച കുറയുന്നതിന് കാരണമാകുന്നു. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത കേരളത്തിൻ്റെ സാഹചര്യത്തിൽ നന്നായി വളരുന്ന വിത്തിനമാണ് പ്രിയങ്ക. ഇത് ഏത് വിളയുടെ വിത്താണ്? പാവൽ. വരയാടുകൾ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം. ഒരു ഭക്ഷ്യശൃംഖലയിലെ അവസാന കണ്ണി മാംസഭോജി ആണെങ്കിൽ ആദ്യത്തെ കണ്ണി ഏതാണ്? ഹരിതസസ്യങ്ങൾ. 2021 പരിസ്ഥിതി ദിന സന്ദേശം ഏതാണ്? 1. പ്രകൃതിക്ക് വേണ്ടിയുള്ള സമയം. 2. വായു മലിനീകരണം തടയുക. 3. ജനങ്ങളെ പരിസ്ഥിതിയുമായി ബന്ധപ്പെടുത്തുക. 4. ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കൽ. ഉത്തരം: ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കൽ. സാർസ് രോഗം മുഖ്യമായും ബാധിക്കുന്ന അവയവം ഏത്? ശ്വാസകോശം. പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് പ്രകീർണം. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. ആദ്യമായി ബാരോമീറ്റർ നിർമ്മിച്ച് അന്തരീക്ഷമർദ്ദം അളന്ന ശാസ്ത്രജ്ഞനാണ് ടോറിസെല്ലി. ഭക്ഷ്യവസ്തുക്കൾ ദീർഘകാലം കേടുവരാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ സോഡിയം ബൈസോയേറ്റ്. ഓപ്ഷൻ ബി പൊട്ടാസ്യം ബെൻസോയേറ്റ്. ഓപ്ഷൻ സി സോഡിയം ഹൈഡ്രോക്ലോറൈഡ്. ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഉത്തരം സോഡിയം ബൈൻസോയേറ്റ്. സോഡ കുപ്പി തുറക്കുമ്പോൾ വാതക കുമിളകൾ ഉയർന്നു വരുന്നു. ജലത്തിൽ ലയിച്ചു ചേർന്ന ഏത് വാതകമാണ് കുമിളകളായി പുറത്തു വരുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്. ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെ പറയുന്ന പേരാണ് കമ്പനം. രസതന്ത്രത്തിൽ 2020 നൊബേൽ സമ്മാനം നേടിയ ശാസ്ത്രജ്ഞനാണ് ഇമാനുവൽ ഷാർപെൻറ്റിയെ. മ്യൂകോർമൈക്കോസിസ് എന്ന രോഗം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ഡെങ്കി. ഓപ്ഷൻ ബി ബ്ലാക്ക് ഫംഗസ്. ഓപ്ഷൻ സി ടൈഫോയിഡ്. ഓപ്ഷൻ ഡി യെല്ലോ ഫംഗസ്. ഉത്തരം ഓപ്ഷൻ ബി ബ്ലാക്ക് ഫംഗസ്. COVID-19 എതിരെ ഉപയോഗിക്കുന്ന വാക്സിൻ കോവാക്സിൻ. എംഫിസിമ ബാധിക്കുന്ന അവയവം ശ്വാസകോശം. ശരീരനിർമ്മിതിക്കാവശ്യമായ ആഹാര ഘടകം പ്രോട്ടീൻ. ഈച്ച പരത്തുന്ന ഒരു രോഗം. ഓപ്ഷൻ എ മന്ത്. ഓപ്ഷൻ ബി കോളറ. ഓപ്ഷൻ സി മലമ്പനി. ഓപ്ഷൻ ഡി ന്യൂമോണിയ. ഉത്തരം ഓപ്ഷൻ ബി കോളറ. ഇൻസുലിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം പ്രമേഹം. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള ഗവൺമെൻറ് പദ്ധതി താലോലം. ജീവകം എ അടങ്ങിയ ആഹാര പദാർത്ഥം ചീര. മന്തു പരത്തുന്ന ജീവി കൊതുക്. രോഗപ്രതിരോധ ശേഷി ഗണ്യമായി കുറഞ്ഞ ഏത് രോഗാണുവിനും പ്രവർത്തിക്കുവാനുള്ള അവസ്ഥ സജ്ജമാക്കുന്ന രോഗം എയ്ഡ്സ്. സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഒ. കേരള സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്പ്. ജീവകം സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം സ്കർവി. ശാരീരികവും മാനസികവുമായ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് മാർഗനിർദ്ദേശം നൽകുന്ന മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന ടെലി ഹെൽത്ത് ഹെൽപ്പ് ലൈൻ ദിശ.
കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായുള്ള സൗജന്യ പെൻഷൻ പദ്ധതി സ്നേഹസാന്ത്വനം. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.